നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും പിന്നിൽ സംഖ്യകൾക്ക് വലിയൊരു പങ്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ജനിച്ച വർഷത്തിലെ അവസാനത്തെയൊക്കെ മാത്രം നോക്കി നിങ്ങളുടെ സ്വഭാവവും വരാനിരിക്കുന്ന ഭാഗ്യങ്ങളും പ്രവചിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ ജനനവർഷം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. ആദ്യം നിങ്ങളുടെ ജനനവർഷം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചത് 1995 നിങ്ങൾക്ക് നമ്പർ 5 ആണ്. 2000 ആണെങ്കിൽ 0 നിങ്ങളുടെ നമ്പർ. ഇനി നിങ്ങളുടെ നമ്പർ ഏതാണെന്ന് കണ്ടെത്തിയെങ്കിൽ നമുക്കിനി ഈ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം 1 ആണെങ്കിൽ, ഉദാഹരണത്തിന് 1981, 1991, 2001, 2011 ഇവയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സൂര്യന്റെ തേജസ് ഉള്ള വ്യക്തിയാണ്. നിങ്ങളുടെ സ്വഭാവം ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനോ ആജ്ഞകൾ അനുസരിക്കുവാനോ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നേരെ വാ നേരെ പോ എന്ന സ്വഭാവം പലപ്പോഴും മറ്റുള്ളവർക്ക് അഹങ്കാരമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നു. നിങ്ങളെടുത്ത കർശനക്കാരായ തീരുമാനങ്ങൾ കാരണം നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിച്ചിട്ടുണ്ടാകാം. തലവേദനയോ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട ചെറിയ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന 6 മാസം നിങ്ങൾക്കൊരു വഴിത്തിരിവായിരിക്കും. ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയ അംഗീകാരം നിങ്ങളെ തേടിയെത്തും. നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളുടെ ഉപദേശത്തിനായി കാത്തു നിൽക്കുന്ന സാഹചര്യം ഉടലെടുക്കും. ഇനി നിങ്ങൾ ജനിച്ച വർഷം 2 അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ദയവും സ്നേഹവുമാണ് നിങ്ങളുടെ മുഖമുദ്ര. മറ്റുള്ളവരുടെ കണ്ണുനീർ കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം വരും. സ്വന്തം ആഗ്രഹങ്ങൾ ബലി കഴിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതാനുഭവം സ്നേഹിച്ചവരിൽ നിന്നും അവിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾക്ക് പലപ്പോഴും ചതികളോ അവഗണനയോ ലഭിച്ചിട്ടുണ്ടാകാം. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ, അതോ വിവാഹമോ ബിസിനസ്സോ ആകാം, ഇപ്പോൾ ഒരു തെറ്റായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. നിങ്ങളുടെ ആരോഗ്യകാര്യമാണെങ്കിൽ മാനസികമായ സമ്മർദ്ദം മൂലം ഉറക്കമില്ലായ്മയോ ദഹന പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടാകുന്ന കാലം വരികയാണ്. നിങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പഴയ ബന്ധങ്ങളിലെ മുറിവുകൾ ഉണങ്ങുന്ന സമയമാണിത്. ഇനി നിങ്ങളുടെ അക്കം 3 ആണെങ്കിൽ നിങ്ങൾ വ്യാഴത്തിന്റെ അനുഗ്രഹമുള്ള വ്യക്തിയാണ്. ഏത് കാര്യത്തിനെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നല്ലൊരു ഉപദേശകനാണെങ്കിലും സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്നു. വിദ്യാഭ്യാസപരമായി ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് സാധിച്ചിട്ടുണ്ടാകില്ല. നിങ്ങളുടെ കഴിവും അറിവും കൊണ്ട് സുഹൃത്തുക്കൾക്ക് പോലും നിങ്ങളുടെ അസൂയ തോന്നാറുണ്ട്. പണം കയ്യിൽ വരുമ്പോൾ വരും, എന്നാൽ അത് എങ്ങനെ ചെലവായി എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. നിങ്ങളുടെ അറിവ് ലോകം അംഗീകരിക്കുന്ന കാലമാണ് ഇനി വരുന്നത്. അധ്യാപനം, കൗൺസിലിംഗ് അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേശം പോലുള്ള മേഖലകളിൽ നിങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകും. ഇനി നിങ്ങൾ ജനിച്ച വർഷം 4 അവസാനിക്കുന്നതെങ്കിൽ രാഹുവിൻ്റെ സ്വാധീനമുള്ള വ്യക്തിയാണ് നിങ്ങൾ. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. സാധാരണക്കാർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു റോളർ കോസ്റ്റർ യാത്ര പോലെയാണ്. എല്ലാം ശരിയായി എന്ന് കരുതുമ്പോൾ ആയിരിക്കും അടുത്ത അപ്രതീക്ഷിതമായ ഒരു തടസ്സം വരുന്നത്. കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വലിയ ചതികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളോ ചർമ്മരോഗങ്ങളോ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭാഗ്യം, അതായത് ലോട്ടറിയോ പ്രമോഷനോ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തും. ഇനി നിങ്ങൾ ജനിച്ച വർഷം 5 അവസാനിക്കുന്നതെങ്കിൽ ബുധന്റെ സ്വാധീനമുള്ള ബുദ്ധിശാലിയാണ് നിങ്ങൾ. ഒരിടത്ത് തന്നെ ഇരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. പുതിയ യാത്രകൾ, പുതിയ അറിവുകൾ എന്നിവ നിങ്ങളെ ആവേശഭരിതരാക്കുന്നു. നിങ്ങളുടെ സംസാര ചാതുര്യം ആരെയും ആകർഷിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ജോലികളോ താമസ സ്ഥലങ്ങളോ നിങ്ങൾ മാറിയിട്ടുണ്ടാകാം. ജീവിതത്തിനൊരു സ്ഥിരതയില്ല എന്ന തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. തമാശയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് വലിയ വേദന ഉണ്ടാക്കാറുണ്ട്. ശ്വാസകോശ സംബന്ധമായോ നാഡീവ്യൂഹമായോ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അലച്ചിലുകൾക്കൊരു ലക്ഷ്യസ്ഥാനം ലഭിക്കാൻ പോകുന്നു. വരും മാസങ്ങളിൽ സ്ഥിരമായ ഒരു വരുമാന മാർഗം നിങ്ങൾ കണ്ടെത്തും. മീഡിയ, മാർക്കറ്റിംഗ്, ബിസിനസ് എന്നീ മേഖലകളിൽ നിങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിരിക്കും. ഇനി നിങ്ങൾ ജനിച്ച വർഷം 6 അവസാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ കൂടുതലായിരിക്കും. സൗന്ദര്യവും ആകർഷണീയതയും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിനും കുടുംബത്തിനും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ.
മറ്റുള്ളവരെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും നിങ്ങൾ എപ്പോഴും ശ്രമിക്കും. നിങ്ങളുടെ ഭൂതകാലം പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കഥയാകാം. ആത്മാർത്ഥമായി സ്നേഹിച്ചവരിൽ നിന്ന് നേരിട്ട അവഗണന നിങ്ങളെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ടാകാം. കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ വില ആരും തിരിച്ചറിയുന്നില്ല. ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങളോ പ്രമേഹം പോലുള്ള അസുഖങ്ങളോ നിങ്ങൾ ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. പഴയ മുറിവുകൾ ഉണങ്ങും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരം ലഭിക്കും. ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പിച്ചവയ്ക്കും. ഇനി നിങ്ങൾ ജനിച്ച വർഷം 7-ലാണ് അവസാനിക്കുന്നതെങ്കിൽ കേതുവിന്റെ സ്വാധീനത്താൽ നിങ്ങൾ ഒരു ഏകാന്ത പതികനായിരിക്കും. ആൾക്കൂട്ടത്തിനിടയിലും ഒറ്റപ്പെട്ടു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ലോകം കാണുന്നത് പോലെയല്ല നിങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. ആഴത്തിലുള്ള ചിന്തകളും ആത്മീയമായ അന്വേഷണങ്ങളും നിങ്ങളുടെ പ്രത്യേകതയാണ്. ചെറുപ്പം മുതലേ നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാകാം. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ലൗകിക സുഖങ്ങളെക്കാൾ മനസ്സിന്റെ സമാധാനത്തിനാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത്. ചർമ്മരോഗങ്ങളോ ഉറക്കമില്ലായ്മയോ നിങ്ങൾ ശ്രദ്ധിക്കണം. വരും വർഷത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. ഒരു ആത്മീയ ഗുരുവിനെ കണ്ടുമുട്ടുവാനോ വലിയൊരു തിരിച്ചറിവ് ഉണ്ടാകാനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ അവബോധം വളരെ ശക്തമാകുന്ന കാലമാണ് വരുന്നത്. ഇനി നിങ്ങളുടെ ജനിച്ച വർഷം 8-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ശനി ഭഗവാന്റെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളൊരു ഉരുക്ക മനുഷ്യനാണ്. എത്ര വലിയ പ്രതിസന്ധിയും സഹിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. പെട്ടെന്ന് ആരെയും വിശ്വസിക്കില്ലെങ്കിലും വിശ്വസിച്ചാൽ ജീവൻ വരും നൽകുന്ന വ്യക്തിയാണ്. ഒന്നും നിങ്ങൾക്ക് പ്ലേറ്റിൽ വെച്ച് ലഭിച്ചിട്ടില്ല. ഓരോ ചെറിയ ജീവിത വിജയത്തിന് പിന്നിലും നിങ്ങളുടെ കണ്ണുനീരും വിയർപ്പും ഉണ്ടാകും. മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് 10 ഇരട്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ബാല്യകാലം ഒരുപക്ഷെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാകാം. എല്ല് സംബന്ധമായ വേദനകൾ അല്ലെങ്കിൽ വാദസംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരീക്ഷണകാലം അവസാനിക്കാൻ പോകുന്നു. ശനി കഠിനമായി പരീക്ഷിക്കുന്നത് വലിയ വിജയം നൽകാനാണ്. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടം വരാനിരിക്കുന്നു. ഇനി നിങ്ങൾ ജനിച്ച വർഷം 9-ലാണ് അവസാനിക്കുന്നതെങ്കിൽ ചൊവ്വയുടെ ഉജ്ജ്വലമായ ഊർജമുള്ള വ്യക്തിയാണ്. അനീതി കണ്ടാൽ ചോര തിളയ്ക്കുന്ന സ്വഭാവമാണ് നിങ്ങളുടേത്. മറ്റുള്ളവർക്ക് വേണ്ടി പോരാടാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഈ മുൻകോപം പലപ്പോഴും നിങ്ങൾക്ക് ശത്രുക്കളെ സൃഷ്ടിക്കാറുണ്ട്. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നിങ്ങൾ പല നല്ല അവസരങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകാം. അപകടങ്ങളും മുറിവുകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കാം. സഹോദരങ്ങളുമായി ചെറിയ പിണക്കങ്ങൾക്കും സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദവും അമിതമായ ദേഷ്യവും നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഊർജം ഒരു നല്ല കാര്യത്തിനായി ഉപയോഗിക്കാൻ അവസരം ലഭിക്കും. സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പോലീസ്, പട്ടാളം അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലകളിൽ വലിയ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾ ജനിച്ച വർഷം 0-ലാണ് അവസാനിക്കുന്നതെങ്കിൽ, ഉദാഹരണം 1980, 1990, ഇങ്ങനെ 0 പോലെ അനന്തമായ സാധ്യതയുള്ള വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഒന്നുകിൽ 0-ൽ നിന്ന് തുടങ്ങുന്നവരാണ്, അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ട് ഒരു ദിവസം 0-ലേക്ക് വീണുപോയവരാണ്. അതുകൊണ്ട് തന്നെ തോൽക്കാൻ നിങ്ങൾക്ക് ഭയമില്ല. ഒരു വലിയ തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അതൊരു ബിസിനസ് ആകാം, അല്ലെങ്കിൽ വേറെ ഒരു ബന്ധമാകാം. ആ ആഘാതത്തിൽ നിന്ന് പിച്ച വെച്ച് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കൊരു വലിയ പാഠപുസ്തകമാണ്. ഇനി എന്ത് എന്ന നിങ്ങളുടെ ചോദ്യം എപ്പോഴും നിങ്ങളെ വേട്ടയാടും. 0-ൽ നിന്ന് പുതിയൊരു അധ്യായം തുടങ്ങാൻ സമയമായി. വരും വർഷങ്ങളിൽ നിങ്ങൾ വിചാരിക്കാത്ത ഉയരങ്ങളിൽ നിങ്ങൾ എത്തും. പഴയ തകർച്ചകൾ നിങ്ങളുടെ വിജയത്തിനുള്ള അടിത്തറയായിരുന്നു എന്ന് നിങ്ങൾ ഉടനെ തിരിച്ചറിയും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതമായി ഒത്തുപോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, നമ്മുടെ പ്രയത്നവും ദൈവാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഏതൊരു വിധിയെയും നമുക്ക് മാറ്റിയെഴുതാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.